അപ്പോൾ എന്താണ് വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറേ പേർക്ക് വരുന്നൊരു പ്രോബ്ലമാണ് ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു പ്രോബ്ലം. നമ്മൾ എത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും അവസാനം ഇൻസ്റ്റാളിൻ്റെ ആവശ്യം വരുമ്പോഴത്തേനും ജസ്റ്റ് ആപ്പ് നോട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതെന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൈസ്, അത് നമ്മുടെ വെർഷൻ കോഡ് ചിലപ്പം മാറ്റിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും നോർമലായിട്ട് വരാം. കോമൺ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വെർഷൻ കോഡ് മാച്ച് ആകാതായിരിക്കും. അതായത് നമ്മുടെ ഫോണിൽ നമ്മളുടെ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ഒരു വെർഷൻ കോഡ് മാച്ച് ആയിരിക്കും. അപ്പം ആ APK നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനത്തിൻ്റെ വെർഷൻ കോഡും ഇതിൻ്റെ ഫോണിൻ്റെ വെർഷൻ കോഡും മാച്ച് ആയില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവില്ല. അപ്പോൾ അതായിരിക്കും ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരെണ്ണം നോക്കാം. എന്ന് വെച്ചാൽ എൻ്റെ APKs ഇത് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒരു APK ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേനും അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാൾ അടിക്കുന്നു. പക്ഷേ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയതെന്ന് പറയുന്നത് ഈ ബേസ് എന്ന് പറഞ്ഞൊരു APK ആണ്. അപ്പം അതിൻ്റെ വെർഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ രണ്ടാമത് കാണുന്നുണ്ട്. അപ്പോൾ അതായത് 2147 21 83 68. അപ്പം അതാണ് അതിൻ്റെ വെർഷൻ കോഡ്. പക്ഷേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്പിൻ്റെ വെർഷൻ കോഡ് എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടിയതായിരുന്നു, 21 47 48 36 47. അപ്പം ഈ വെർഷൻ കോഡ് തമ്മിൽ മാച്ചില്ല. അതായത് ഇനി വരുന്ന വെർഷൻ കോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പം ഇതിനേക്കാളും കൂടിയ വെർഷൻ കോഡ് മാത്രമാണ് നമുക്ക് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡീഗ്രേഡ് ആയി ചെയ്തേക്കുന്ന വെർഷൻ കോഡ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ അതിന് മേളിലുള്ള ഒരു വെർഷൻ കോഡ് അതേ ആപ്പുകാർ ഇറക്കി കഴിയുമ്പം അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെർഷൻ കോഡ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജസ്റ്റ് എങ്ങനെ വെർഷൻ കോഡ് നമുക്കൊന്ന് മാറ്റി നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് നമുക്ക് അതിന് ആവശ്യമായിട്ട് ഇപ്പം ഈ MD മാനേജറും ഒരു APK എഡിറ്ററുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ രണ്ട് ആപ്പുകളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെർഷൻ കോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിന് വേണ്ടി ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന APKയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും ഈയിടെ ഇങ്ങനെയൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഈ വെർഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ജസ്റ്റ് കോപ്പി ആയിക്കോളും. എന്നിട്ട് ജസ്റ്റ് ബാക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ APK എഡിറ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. APK എഡിറ്റർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പം എന്താണ്, സെലക്ട് ആൻ APK ഫയൽ, സെലക്ട് APK ഫ്രം ആപ്പ്, 𝑘𝙊𝙎𝙎, ഡിലീറ്റ് ഹിസ്റ്ററി, ഹെൽപ്പ്, എക്സിറ്റ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ എല്ലാത്തിൽ നിന്ന് എടുത്ത് നമുക്ക് സെലക്ട് ആൻ APK ഫയൽ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ APKs എവിടെയാണ് കിടക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പുതിയ APK എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ആ ലൊക്കേഷനൊന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേസ് എന്ന് പറഞ്ഞ APK നേരത്തെ ഇത് കാണുന്ന ഈ ബേസ് എന്ന് പറഞ്ഞ APK ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതിരുന്നത്, ജസ്റ്റ് അതിൻ്റെ വെർഷൻ കോഡ് മാറ്റാൻ പോകും. അപ്പോൾ നമ്മൾ നേരത്തെ വെർഷൻ കോഡ് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ച വെർഷൻ കോഡ് നമ്മളത് അത് കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം നമുക്ക് മാറ്റാനുള്ള ഏതാണെന്ന് വെച്ചാൽ ആ APK, അതായത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള APK ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻ വരുന്നുണ്ട്: ഫുൾ എഡിറ്റ്, സിമ്പിൾ എഡിറ്റ്, കോമൺ എഡിറ്റ്, XML ഫയൽ എഡിറ്റ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് കോമൺ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. കോമൺ എഡിറ്റിൻ്റെ അകത്ത് നമുക്ക് പാക്കേജിൻ്റെ പാക്കേജ് നെയിമുണ്ട്, ആപ്പ് നെയിമുണ്ട്, ലോഞ്ചർ ഐക്കണുണ്ട്, ലൊക്കേഷൻ, പിന്നെ വെർഷൻ നെയിമുണ്ട്, പിന്നെ മിനിമം SDK, ടാർഗറ്റ് SDK. അതൊക്കെ മാച്ച് ആകുന്നതിന് ചിലപ്പോൾ പറ്റും. പക്ഷേ അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ മാറ്റമൊന്നും ചെയ്യേണ്ട. വെർഷൻ കോഡ് ആയിരിക്കും മെയിനായിട്ടും വരുന്ന പ്രശ്നം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ മാറ്റാൻ വേണ്ടി ജസ്റ്റ് അത് ടച്ച് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. സേവിൻ്റെ ഓപ്ഷൻ ഏറ്റവും മേളിലുണ്ടായിരുന്നു, അപ്പോൾ സേവ് ചെയ്യുക. അപ്പോൾ ഇതിച്ച് ടൈം എടുക്കും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ APK റെഡി ആയിട്ടുണ്ട്, അത് സേവായി വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം നമുക്ക് പ്രോബ്ലം മാറി എല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ അതേ അപ്ഡേറ്റ് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ആവുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗൈസ്, ഇപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം ജസ്റ്റ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താണ് അവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഒന്ന് ഓൺ ആക്കിയിടുവാണെങ്കിൽ എല്ലാവർക്കും പുതിയ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിൻ്റെ കിട്ടും. ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെർഷൻ നമ്മുടെ സെക്യൂരിറ്റി സ്കാനും കൂടി നടത്തിയാൽ പക്ക വർക്കിംഗ് ആയിട്ട് നമ്മുടെ ആപ്പ് വർക്കിംഗ് ആണ്. അപ്പം എന്താണ് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു കരുതുന്നു. അപ്പം ഓക്കെ, ബൈ ഗൈസ്.